സമൂഹത്തിൽ ലഹരി പദാർത്ഥങ്ങൾ വിൽക്കുകയും അത് വ്യാപിപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ഹുക്ം എന്താണ്? ഒന്നാമതായി പരിശുദ്ധ ഇസ്ലാമിൽ കുല്ലു മുസ്കിരിൻ ഹറാമുൻ, ലഹരി പദാർത്ഥങ്ങളെല്ലാം നിഷിദ്ധമാണ്. മാത്രമല്ല അത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് വളരെ കണിശമായ ഭാഷയിൽ ഗുരുതരമായ പാപമായി ഇസ്ലാം പഠിപ്പിക്കുന്നു. മാത്രമല്ല ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആദരവ് എന്ന് പറയുന്നത് വലഖദ് കറംനാ ബനി ആദം, പടച്ച റബ്ബ് ആദമിൻ്റെ പുത്രനെ മനുഷ്യസന്തതിയെ ആദരിച്ചിരിക്കുന്നു അവൻ്റെ ബുദ്ധി കൊണ്ട്, വിവേകം കൊണ്ട്. ആ വിവേകം അവന് നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് എന്ത്? ലഹരി. അപ്പം ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ സംരക്ഷിക്കേണ്ട പടച്ച റബ്ബ് നൽകിയ അനുഗ്രഹമാണ് അവൻ്റെ ബുദ്ധി, അവൻ്റെ വിവേകം എന്നുള്ളത്. അത് നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ് ലഹരി. അതുകൊണ്ട് തന്നെ അത് ഗുരുതരമായ പാപമാണ്. ലഹരിയും അതുമായി ബന്ധപ്പെട്ട കച്ചവടത്തിലൊക്കെ ഏർപ്പെടുകയും അങ്ങനെ ഭൂമിയിൽ ആളുകളുടെ സമാധാനത്തിനും സ്വൈര്യമായ ജീവിതത്തിനും കുഴപ്പമുണ്ടാക്കുന്ന രൂപത്തിൽ ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ, ആ ആളുകൾക്ക് ഇസ്ലാമിലുള്ള ശിക്ഷ എന്താ? ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, നടപ്പാക്കുന്ന നിയമ സംവിധാനങ്ങൾക്ക് നടപ്പാക്കുകയും ചെയ്യാം. എന്താ അവർക്കുള്ള ശിക്ഷ? വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മാഇദയിലെ 33-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നമാ ജസാഉൽ ലദീന യുഹാരിബൂന അല്ലാഹ വറസൂലഹു വയസ്ഔന ഫിൽ അർദി ഫസാദ അൻ യുഖത്തലൂ ഔ യുസല്ലബൂ ഔ തുഖത്തഅ ഐദീഹിം വഅർജുലുഹും മിൻ ഖിലാഫിൻ ഔ യുൻഫൗ മിനൽ അർദ് ذلك لهم خزي في الدنيا ولهم في الآخرة عذاب عظيم. മനുഷ്യരുടെ സ്വൈര്യ ജീവിതത്തിന് കുഴപ്പമുണ്ടാക്കുന്ന രൂപത്തിൽ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുക, ഒരു നാടിനെ നശിപ്പിക്കുക. അങ്ങനെയുള്ള നശീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന എന്ത് പ്രവർത്തനമാണെങ്കിലും, ലഹരിക്കച്ചവടമാണെങ്കിലും, സമാനമായി ആളുകൾക്കിടയിൽ കലാപം ഉണ്ടാക്കലാണെങ്കിലും, സമാധാനം നഷ്ടപ്പെടുത്തിയിട്ട് കലാപത്തിനുള്ള ശ്രമമാണെങ്കിലും ഒക്കെ, അങ്ങനെയുള്ള ആളുകൾക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത് അയ്യുഖത്തലു, ഒന്നുകിൽ വധശിക്ഷ, ഔ യുസല്ലബു, അതായത് വധശിക്ഷ നടത്തിയ ശേഷം മറ്റുള്ളവർക്ക് പാഠമായി അവരുടെ മൃതശരീരം ജനങ്ങൾ കാൺകെ പ്രദർശിപ്പിക്കുക. ഔ തുഖത്തഅ ഐദീഹിം വഅർജുലുഹും മിൻ ഖിലാഫ്, അതല്ലെങ്കിൽ അവരുടെ ഒരു കൈ നഷ്ടപ്പെടും, വീണ്ടും അതിൽ പ്രവർത്തിച്ചാൽ അതിൻ്റെ നേർവിപരീതമായ ഒരു കാല് നഷ്ടപ്പെടും, അടുത്ത കൈ നഷ്ടപ്പെടും, അടുത്ത കാല് നഷ്ടപ്പെടും. അപ്പോൾ ഇത് ഭൂമിയിൽ മനുഷ്യൻ്റെ സ്വൈര്യ സമാധാന ജീവിതത്തിന് കുഴപ്പമുണ്ടാക്കുന്ന ഒരാൾക്കുള്ള ശിക്ഷയാണ്. ലഹരിക്കച്ചവടം, അതേപോലെ തന്നെ കലാപശ്രമം, അത്തരത്തിലുള്ള ആളുകൾക്കിടയിൽ വർഗീയമായ വിദ്വേഷം ഉണ്ടാക്കിയിട്ട് കലാപത്തിന് വേണ്ടിയുള്ള ശ്രമം, ഇവർക്കൊക്കെയുള്ള ശിക്ഷയാണ്. ഔ യുൻഫൗ മിനൽ അർദ്, ഇനി ഇത്രയൊന്നും ഒരു ഭരണാധികാരിക്ക്, കോടതിക്ക്, നിയമ സംവിധാനത്തിന് തീരുമാനമെടുക്കാം, ഇതിൻ്റെ എക്സ്ട്രീം ശിക്ഷകളാണ്. ഇനി അതല്ലെങ്കിൽ അവരെ നാടുകടത്തണം, ഓരോരുത്തരുടെ ചെയ്തിയുടെ ആ തോതനുസരിച്ചിട്ട് നാടുകടത്തണം. ذَلِكَ لَهُمْ خِزْيٌ فِي الدُّنْيَا, അത് അത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് ഭൂമിയിൽ വെച്ചുള്ള നിന്ദ്യതയാണ്. അതുകൊണ്ട് അവരുടെ ശിക്ഷ തീരൂല.
വലഹും ഫിൽ ആഖിറത്തി അദാബുൻ അദീം, പടച്ച റബ്ബിൻ്റെ അടുത്ത് അവർക്ക് അത്യധികം വേദനാജനകമായ ശിക്ഷയുണ്ട് എന്നാണ്. അപ്പം ഭൂമിയിൽ മനുഷ്യർക്കിടയിൽ കുഴപ്പമുണ്ടാക്കാനും ലഹരി ഉപയോഗം വർദ്ധിപ്പിക്കാനും അങ്ങനെ സ്വന്തം മക്കളെപ്പോലും മാതാപിതാക്കൾക്ക് നഷ്ടപ്പെടുന്ന ശത്രുക്കളാക്കി മാറ്റുന്ന, സ്വന്തം മക്കളുടെ കൈകളാൽ മാതാപിതാക്കൾ പോലും കൊല്ലപ്പെടുന്ന രൂപത്തിലുള്ള അവസ്ഥകളിലേക്ക് കുട്ടികളൊക്കെ കൊണ്ടുചെന്ന് എത്തിക്കുന്ന ഈ ലഹരി മാഫിയ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പിടികൂടിയിട്ട് ഗവൺമെൻറ് അവരെ പിന്നെ മട്ടനും ചിക്കനൊക്കെ കൊടുത്തിട്ട് ഊട്ടി പുഷ്ടിപ്പെടുത്തി വളർത്തല്ല വേണ്ടത്. അവർ ചെയ്ത കുറ്റം കൃത്യമായി തെളിയിക്കപ്പെട്ടാൽ മാതൃകാപരമായി അവരെ ശിക്ഷിക്കുകയും അതുവഴി സമാനമായ കുറ്റകൃത്യങ്ങളിലേക്ക് ആളുകൾ പോകുന്നത് തടയിടുകയുമാണ് വേണ്ടത്. ഇനിയെങ്കിലും വിവേകത്തോടു കൂടി ചിന്തിക്കാൻ സാധിക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ ഗുരുതരമായ പാപങ്ങളിൽപ്പെട്ടതാണ്. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുക എന്നുള്ളത്, വിധ്വംസക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളത് അവർക്കുള്ള ശിക്ഷയാണ് പറഞ്ഞത്. അതികഠിനമായ ശിക്ഷ, ഏറ്റവും കഠിനമായ ശിക്ഷ തന്നെ അവർക്ക് നൽകുക എന്നുള്ളതാണ്. കാരണം മനുഷ്യരുടെ സ്വൈര്യ ജീവിതത്തിനും സമാധാനത്തിനും വിഘാതം നിൽക്കുന്ന ആളുകളായത് കാരണത്താൽ. അല്ലാഹു തആല ആലം.